Hi all, welcome to pre and post market analysis. It's me Rahul Bashir, your forex mentor. സോ നമ്മൾ ഇന്നിവിടെ ഗോൾഡും അതുപോലെ തന്നെ യൂറോ USDയുടെ അനലൈസാണ് ചെയ്യാൻ പോകുന്നത്. ലാസ്റ്റ് വീക്കും അതുപോലെ തന്നെ വീക്ക്ലി അനാലിസിസിന് നമ്മളൊരു ബുള്ളിഷ് വ്യൂ ആയിരുന്നു പറഞ്ഞത്. ആൻഡ് എൻ്റെ ആ വ്യൂവിൽ ഇന്നും ഒരു ചേഞ്ചസ് ഇല്ല. ഇന്ന് കാലത്ത് തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഏഷ്യൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ പ്രൈസ് ഒരു ഡെയിലി ഓപ്പൺ ലെവലിൽ ടാപ്പ് ചെയ്തതിന് ശേഷമാണ് പ്രൈസ് താഴത്തേക്ക് ഡ്രോപ്പ് ആയത്. അതിനുശേഷം ലണ്ടനും ഫോളോ ചെയ്ത് ആ ഒരു ബെയറിഷ്നെസ് കണ്ടിന്യൂ ചെയ്ത് ഞാൻ പേഴ്സണലി ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ ഈ ഒരു ഏരിയയിൽ നിന്നും 2 ട്രേഡ് ഞാൻ ഓൾറെഡി ക്ലോസ് എക്സിറ്റ് ആയി. ആൻഡ് നൗ ഇനി എനിക്ക് ഒരു ബൈയിങ് വ്യൂ ആണ് മാർക്കറ്റിലുള്ളത്. ആൻഡ് ഈ കാണുന്ന എൻ്റയർ ഏരിയ ഒരു ബൈയിങ് POA ആണ്. അപ്പോൾ ഈ ഏരിയയിൽ നിന്ന് എനിക്കൊരു ബൈയിങ് കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഞാൻ ഒരു ലോങ് ഒരു ബൈ ഓപ്പർച്യൂണിറ്റി തന്നെ നോക്കും. ആൻഡ് ഈ കാണുന്ന പ്രീവിയസ് ഡേ ഹൈ വരെ ആയിരിക്കും എൻ്റെ ടാർഗറ്റ്. ആൻഡ് ഈ കാണുന്ന 4097 എന്ന് പറഞ്ഞ ഒരു മേജർ ആയിട്ടുള്ള 1 hour ലിക്വിഡിറ്റി സീറ്റിംഗ് ഉണ്ട്. സോ ഈ കാണുന്ന ഒരു ഏരിയ വരെ നമുക്ക് ഡെഫിനറ്റ്ലി ഒരു ബൈ എടുത്ത് കഴിഞ്ഞാൽ ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. ആൻഡ് ഒരു ബെയറിഷ്നെസ്സിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ കാണുന്ന ഒരു ഏരിയ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ഞാനൊരു ബെയറിഷിലേക്ക് സ്വിച്ച് ചെയ്യുള്ളൂ എൻ്റെ മൈൻഡ്. അതുവരെ ഞാൻ പ്രൈസ് സ്റ്റിൽ ബുള്ളിഷ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. അതിൻ്റെ ലോങ് ടേം വ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഒരു 1 hour മേജർ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം ഞാൻ ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു ലോങ് ടൈം സെല്ലാണ് പ്ലാൻ ചെയ്യുന്നത്. അല്ല, ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഞാൻ ഈ കാണുന്ന ഒരു 4220 വരെ അഗെയിൻ ബൈ കണ്ടിന്യൂഷൻ തന്നെ നോക്കും. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ഈ കാണുന്ന ഒരു ഏരിയ എങ്ങനെ ബ്രേക്ക് ആവുന്നു, അവിടെ നിന്ന് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്ന രീതിയിലായിരിക്കും ആ ഒരു കൺഫർമേഷൻ ഞാൻ അവിടെ നിന്ന് എടുക്കാം. ഓക്കെ, നമുക്ക് ഇനി യൂറോ USD നോക്കാം. യൂറോ USD ഞാൻ ലാസ്റ്റ് വീക്ക് അനലൈസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൈസ് ഒരു സെൽ സോണിലായിരുന്നു, അവിടെ നിന്ന് റിയാക്ഷൻ കിട്ടും. ആൻഡ് നമുക്കൊരു ബൈ കണ്ടിന്യൂഷൻ തന്നെ നോക്കാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു ഏരിയ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾറെഡി നിങ്ങൾക്ക് പ്രീവിയസ് അനലൈസ് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് ഒരു പുൾ ബാക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഏരിയയിൽ നിന്ന് എക്സാക്ട്ലി പ്രൈസ് ഒരു റിയാക്ഷൻ കിട്ടിയിട്ടുണ്ട്. ആൻഡ് നമുക്ക് ഈ ഒരു ബൈ കണ്ടിന്യൂഷൻ എവിടെ വരെ നോക്കാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ കാണുന്ന 1.14412 എന്ന് പറഞ്ഞ ലെവൽ വരെ നമുക്ക് ഈ ഒരു ബൈ കണ്ടിന്യൂഷൻ നോക്കാം. ഈ ഒരു ഏരിയയിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം പ്രൈസ് ഒരു ഡ്രോപ്പ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ കാണുന്ന 1.12923 എന്ന് പറഞ്ഞ ലെവലിലേക്ക് ഫാൾ ആവുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഒരു പ്രോപ്പർ ആയിട്ടുള്ള കൺഫർമേഷൻ യൂസ് ചെയ്തിട്ട് മാത്രം സെല്ലിലേക്ക് പോവുക. ഇവിടുന്ന് ഒരു 2 1 hour ക്യാൻഡിൽ നല്ലൊരു ബെയറിഷ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് നല്ല രീതിയിൽ ഡ്രോപ്പ് ആവാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. ആൻഡ് ഇതും ബ്രേക്ക് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നോർമലി മാർക്കറ്റ് പ്രീവിയസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫില്ലാവും. ആൻഡ് ഇത് ബ്രേക്ക് ചെയ്തൊരു ബുള്ളിഷ് റാലി കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഗ്യാപ്പെല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം എഗെയിൻ ഒരു സെൽ ടെൻഡൻസിയിലേക്ക് പോകുന്നത് കാണാനായിട്ട് പറ്റും. ആൻഡ് ഓവറോൾ വ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂറോ USD ഒരു ബെയറിഷ് തന്നെയാണ്, ഗോൾഡും ബെയറിഷ് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഇനീഷ്യലി നമുക്കൊരു പുൾ ബാക്ക് മാത്രം അവിടെ നിന്ന് കിട്ടുന്നുള്ളൂ, ഒരു ലിക്വിഡിറ്റി കളക്ഷൻ വേണ്ടി മാത്രമാണ് നമ്മൾ ആ ബൈ ഓപ്പർച്യൂണിറ്റി നോക്കുന്നത്. ആൻഡ് യൂറോ USD ആയി കഴിഞ്ഞാൽ നമ്മൾ ആ ബൈ ഓപ്പർച്യൂണിറ്റി നോക്കുന്നത് ഒരു മേജറായിട്ടുള്ള ലിക്വിഡിറ്റി എടുത്തതിന് ശേഷമായിരിക്കും പ്രോപ്പറായിട്ടുള്ള ഒരു ഡൗൺ മൂവ്മെൻറ്റ് മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ആ ഒരു മേജർ ലിക്വിഡിറ്റി കളക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ബൈ ഓപ്പർച്യൂണിറ്റി വേണ്ടി മാത്രമാണ് നമ്മൾ ഇപ്പോൾ മാർക്കറ്റിൽ ബൈയിങ് മാത്രം ചെയ്യുന്നത്. സോ ഇതാണ് എൻ്റെ യൂറോ USD വ്യൂ. ഈ ഒരു ഏരിയയിൽ നിന്ന് സെല്ല് ആൻഡ് അത് ഫെയിൽ ആയി കഴിഞ്ഞാൽ ഈ കാണുന്ന ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് വരെ മൂവ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അതല്ല അവിടെ ഒരു സെൽ കണ്ടിന്യൂഷൻ ആണ് വരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ കാണുന്ന ഒരു ഡെയിലി ലെവൽ ഡിമാൻഡിലേക്ക് പ്രൈസ് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. സോ ദാറ്റ്സ് ഇറ്റ് മൈ വ്യൂ ഓൺ ഗോൾഡ് ആൻഡ് യൂറോ USD. അപ്പോൾ ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ അനാലിസിസ് ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.